എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം. അപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച വൈകുന്നേരം പറയും മേമ മേമ ഹായ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് 6 മണിക്കാ തുടങ്ങിയത്. 6 മണി ഇത്ര നേരം പുതച്ചും കൂടി കിടന്നുറങ്ങിയത്. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പാണ്. എന്തോ ഒരു തണുപ്പാണ്. ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഞങ്ങളെല്ലാവരും പുതച്ച് കിടന്നു. അമ്മട്ടി കിടന്നില്ല, ഞാനും മേമയൊക്കെ പുതച്ച് കിടന്നു അവിടെ. ഭയങ്കര തണുപ്പ്, ഐസിലിട്ട മാതിരിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതാ. അപ്പം എന്താ ഇങ്ങനത്തെ കുറച്ച് ഉള്ളി വറകുകൾ അടുക്കാല്ലേ, അവിടെയാണ് അതിൻ്റെ ബാക്കി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് വിറക്, ചുള്ളി വിറകില്ല കേട്ടോ, എനിക്ക് മേടിക്കണം. അപ്പം എന്നാൽ വിറക് ഉണ്ടാക്കാന്ന് വെച്ചിട്ടേ ഞാനും മേമയും കൂടെ ഇറങ്ങിയതാണ്. ദൂരത്തേക്കൊന്നും പോണ്ട. ഈ മുരിങ്ങയുടെ പൊള്ളിയൊക്കെ അല്ലേ, അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല കത്തുട്ടോ. മഴക്കാലത്താണെങ്കിൽ കത്തില്ല, ഈ സമയത്തൊക്കെ ആണെങ്കിൽ കത്തുട്ടോ. പിന്നെ രാജേട്ടൻ ഓഫീസൊക്കെ ചിലപ്പോൾ ഇന്ന് രാത്രി നമ്മൾക്ക് എത്തുന്നുണ്ടാവും. അവർ കോട്ടയത്ത് നിന്ന് ട്രെയിൻ കയറിയിട്ട് കേട്ടോ. ട്രെയിൻ കയറി എനിക്ക് ഒറ്റപ്പാലം വരെയാണ് ട്രെയിന്. അങ്ങോട്ട് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ വരുന്ന അറിയില്ല. പിന്നെ വണ്ടി എന്തെങ്കിലും വിളിക്കേണ്ടി വരും. ആ കാട്ടിലാണ് കേട്ടോ. നല്ല ഉണങ്ങി വിറകാണേ. ഉണ്ടോ, നല്ല ഉണങ്ങിയിട്ടുണ്ട്. വിറകില്ല കേട്ടോ, എനിക്ക് മേടിക്കണം. ഞാൻ മേമൻ്റെ കൂടെ വന്നിട്ട് വിറകുണ്ടാക്കുകയാണ്. ഇനി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഉച്ചയ്ക്ക് പരിപ്പും മുരിങ്ങ കറി വെച്ചു, പയറുപ്പേരിയൊക്കെ ഒക്കെ ഒന്ന് മേമയുടെ ആകിയായിരുന്നു കേട്ടോ. ഒക്കെ മേമന്നെയായിരുന്നു ചെയ്തായിരുന്നു. അപ്പം ചായ കുടിച്ചപ്പോൾ മറ്റേ സാധനമല്ലേ, ആ എണ്ണയിൽ വറുത്ത് കഴിക്കുന്ന സംഭവം, മുറുക്കല്ല എന്തോ ഒരു പേരുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അമ്മ കടയിൽ പോയിട്ട് പാൽപ്പൊടി മേടിച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനറിയുള്ളൂ, പേരൊന്നും അറിയില്ല. കഴിക്കാനുള്ള പേരൊന്നും അറിയില്ലാന്ന്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇരിക്കണി. അവർ വരികയാണെങ്കിൽ നേരത്തെ എത്തുകയാണെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചോറെന്തെങ്കിലും വെക്കേണ്ടി വരും, അപ്പം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയമാകുമ്പോൾ ഞങ്ങൾ അങ്ങനെ വെക്കാൻ ചിറ്റാല്ലേ, വേഗം അരിയൊക്കെ ഉണ്ട്. വളരെ നല്ല ഉണങ്ങിയ പുള്ളിയാണ് കേട്ടോ. നമ്മൾ ഈ മരങ്ങളുണ്ടല്ലോ, ഈ ചെടിയൊക്കെ വെറുതെ സൂര്യകാന്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളത് അല്ല വേറെ ആണ്. സൂര്യകാന്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഈ പേരെന്ന് ശരിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ സൂര്യകാന്തി തന്നെ പറയുക. കണ്ടാ നല്ല ഭയങ്കര കാണാൻ. അമ്മ നാളെ ഇവിടെയൊക്കെ ചോടി നടന്നായിരുന്നു. അപ്പം ഇന്ന് അങ്ങനത്തെ കുറച്ച് വെള്ളം ഇപ്പോൾ മുറ്റടിച്ച് വരാനുണ്ട്. ഈ വിറക് നിർത്തി വെച്ചിട്ട് ഞങ്ങൾ മേമന്നെ ഒരു കച്ചവടം മേമേനെ കുറെ ഞാൻ പോരാട്ടി എന്താ വെച്ചിട്ടാ വന്നിട്ട് കുറെ പണിയെടുപ്പിച്ചിട്ടോ. ഇവിടെ വന്നാൽ ഞാൻ പണിയെടുപ്പിക്കണില്ല എന്നുള്ള പരാതി പറഞ്ഞു മേമയ്ക്ക്. ഒന്നും എടുക്കാക്കി ഒന്നും എടുക്കാൻ. അപ്പൊ ഞാൻ പറയേ എന്തെങ്കിലുമൊക്കെ ഇന്ന് ചോറും കറിയൊക്കെ അവരെ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞിട്ടേ അങ്ങനെ ഞങ്ങൾ ഈ വറക്കൊന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ട് കാണിക്കാട്ടോ. ഇനി ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ഇങ്ങനെ തലയിൽ മാന്തികൊണ്ട് നിന്നോ, ഒന്നിനും പോകണ്ട. വിറകുണ്ടോ നമുക്ക് ഉണങ്ങിയതാ അത്ര കിട്ടി. ഇനി ഉണ്ടിട്ടല്ലോ പെരുന്നാത്തി ചക്കക്കുരു കിട്ടുന്നു, നാളത്തെ പെരുന്നാത്തി അലക്കാൻ പോയി. അതേമാതിരി ഞങ്ങൾ ഇത്ര നേരം കണ്ണുണങ്ങിയിട്ട് ഇപ്പോഴാണ് പറഞ്ഞത്. ഇപ്പോഴാണ് ഇപ്പൊ ഇതിന്റെ ഓർമ്മ ഉണ്ടായിരുന്നേ. ഞാനിപ്പോഴാ പറഞ്ഞത്. നല്ല കാനുള്ള കോഴിയത് എന്തോ എന്താ വേറെ മുറി ഉണ്ടോ നോക്കട്ടെ. അയ്യ എന്തായാലും ഇങ്ങനെയല്ലേ ഇത് ഉഷാറായിട്ട് കഴുത്തിലെല്ലാം അവിക്കുന്നു. അതെ ഒന്നുമില്ല. നീലക്കാറുണ്ടോ അവിടെ നിന്നല്ലോ, കാണാനോ. ഇനിയിപ്പോ നാളേക്ക് ചാവൂതിന് എന്താ കൊടുക്കുക മരുന്ന്? ഒന്നുമില്ല വയറ്റില്.
എന്തോ അല്ലെങ്കിൽ ഓടുന്നതാണേ. ഇവിടെ ഔറ്റിയണൂല്ലേ കണ്ടോ ചുമന്ന കളർ കണ്ടോക്ക ഒരു വീക്കുണ്ടോ തല? എന്താ കൊടുക്കതിന്? എനിക്കറിയില്ല എന്താ കൊടുക്ക. എന്താടേ എന്താ വയ്യ? എന്താ കുഞ്ഞാ തിന്നിട്ടില്ലേ? കുറച്ച് തിന്നാനും വെള്ളം കൊടുക്കാല്ലേ? തിന്നണാവോ? ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കണ്ടപ്പോഴും ഇവിടെ തന്നെ ഇരിക്കായിരുന്നു. പക്ഷെ കാട് വെട്ടപ്പോഴല്ലേ, അല്ലെങ്കിൽ രാത്രി കാണില്ല. അതുകൊണ്ടാ കണ്ടതില്ലേ? എന്താവട്ടോ, രാവിലെ നല്ല പോലെ നടന്ന കോഴിയാണ്. മുട്ടടൊക്കെ ആയിരുന്നത് ആ കുട്ടിയുടെ അമ്മ. നമ്മളെ കഴുത്തിൽ തുവല്ലാത്ത കോഴിയാണെങ്കിൽ തന്നെ ഉള്ളു. മറ്റതും ചെമ്മി ചുമന്നുട്ടോ തലക്ക് എന്തോ കടിച്ചതാണ് തോന്നുന്നുണ്ട് ഇവിടെ. പക്ഷെ ആ കാട്ടിലായിരുന്നു. എന്താ പറ്റി? കുറച്ച് വെള്ളം തലയിൽ മാത്രം വെള്ളം കുറച്ച് കുടിക്കാനും കൊടുത്താലോ? കൊടുക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഇത്ര പറഞ്ഞിട്ട് വാങ്ങ കൊടുത്തു. അമ്മക്ക് മേലെഴുതാൻ പോയിട്ടുണ്ട് വിളക്കൊക്കെ വേണ്ടി. ഇവിടെ ഒത്തിരി വൃത്തിയായി അത്രയും പച്ചവറ കിട്ടി. അവിടെ കണ്ട നമ്മൾ വെട്ടിയിട്ടുണ്ട് കേട്ടാ താഴെ. ഇതൊക്കെ ഉണങ്ങിയതാ. അപ്പം നമുക്കിത് അവിടെ കൊണ്ടുവയ്ക്കാം. എങ്ങോട്ടും പോവാണ്ട് ഒന്ന് ഉമ്മർത്ത് തന്നെ എത്ര വറ കിട്ടി അല്ലേ? അപ്പൊ നോക്കിയതും ഇല്ല അല്ലേ? നോക്കിയില്ലേ? അപ്പൊ നോക്കിയില്ലേ? അപ്പൊ തന്നെ ആണെങ്കിൽ പറ്റിയത്. ഇതൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. എടുത്ത് വെച്ചിട്ട് വിളക്കൊക്കെ നോക്കാം. അച്ഛമ്മ അപ്പുറത്തുണ്ട് കേട്ടോ. എങ്ങടാ മോണേ? അച്ഛമ്മടെ ചുരിദാറിന് ടോപ്പ് ആൻഡ് പുകയാണ് കേട്ടോ ഗൈസ്. നല്ല കൊതുക് കൊണ്ട് ഞാനൊന്ന് ഒന്നും കൂടി പുകയ്ക്കാൻ സമയത്ത് കത്താണ്. കത്താൻ പാടില്ല, ഇത് പുകയാ വേണ്ടേ. അപ്പം ഒന്ന് പുകഞ്ഞാൽ ചപ്പാണ്. ആ ചപ്പൊക്കെ പാടൊന്ന് കത്തിച്ച് വെച്ചിട്ടോ. ആ പുക അതേനെ പോകണം. പുക ഇങ്ങിടാൻ വേണ്ട. അവിടെ നിന്ന് ഇരിക്കാൻ വയ്യ അടുക്കളുടെ ഭാഗത്തൊന്നും. അപ്പോൾ ഇതാകട്ടെ പുകയ്ക്കാൻ വെച്ചിട്ട് ഇരിക്കുകയാണ്. മേമോടെ അരി അരയ്ക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്നാലേ ഈ റൂമിൽ ജനലൊക്കെ തുറന്നിട്ടാൽ കുറേ പുക അങ്ങോട്ട് എത്തിക്കോളും. രാത്രി കേട്ടോ. പക്ഷെ അവിടെ മൊത്തം ഇരുട്ടാ. 7 മണി ആയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്കാണ് ചൂലൊക്കെ. അമ്മൂട്ടിന് ചീത്തറയെ കാണാഞ്ഞിട്ട് അമ്മ എവിടെ ചോദിച്ചിട്ടേ എടുത്തിട്ടെ. അമ്മയ്ക്ക് കയറാറായില്ലേ എന്ന് ചോദിക്കുന്നു കേട്ടോ അമ്മൂട്ടി. ഞങ്ങൾ വിറകുണ്ടാക്കല കഴിഞ്ഞ ആ കോഴി എന്താ അറിയില്ല കേട്ടോ. കോഴിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ അത് ചാവിയെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ വലിയ കോഴിയല്ലേ, വലിയ കോഴിയാവണ്ടേ അത് ചാവൂന്ന് അറിയില്ല. ഞാനപ്പോൾ അതിന് വെള്ളം കൊടുത്തപ്പോൾ നല്ല കുടിക്കുന്നുണ്ട്. പക്ഷെ വയറിലൊന്നുമില്ല. തലക്കിനി എന്താ അറിയില്ല, നേറ് കിട്ടിയതാണോ ഇനി കോഴി കൊത്തിയിട്ടാണോ തലവിടെ അങ്ങനെ കുറേ വീക്കുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കോഴി കേട്ടോ. കുറേ വെള്ളം വെച്ചാൽ മറ്റേ മുത്തശ്ശമ്മയുടെ കുട്ടിയാണ്. മുത്തശ്ശില്ല, അതിൻ്റെ ഫസ്റ്റത്തെ എല്ലാ കുട്ടികളാണത്. അപ്പോൾ അതൊക്കെ ഇവിടെ മുന്നേ നമ്മളെ നല്ല പരിചയമുള്ള കോഴികളാണ് അതൊക്കെ. വെള്ളം കോഴികളല്ല കേട്ടോ. ഭയങ്കര നാളൊക്കെ എന്തെങ്കിലും ചെയ്യണം. അതിന് ഒന്നും ആവാഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോൾ രാവിലെ നീച്ചത് വേഗം കൂട് പോയി തുറന്ന് നോക്കണം. അപ്പോൾ നമുക്കറിയില്ല, നമ്മളവിടെ കുറേ കാട് പോയിട്ടാ. കുറേ ഞങ്ങൾ വെട്ടും ചെയ്ത് വിറകിനും കിട്ടി. അവനെ ഉള്ളിൽ കയറട്ടെ എന്നുവെച്ചാൽ ഉള്ളിൽ മേമയാണ് കേട്ടോ. അടുക്കളയിൽ പണിയുള്ള മേമയാണ് എടുക്കണത്. കുറച്ച് അമ്മൂട്ടിയുണ്ട്, അമ്മൂട്ടി എടുക്കേണ്ട മേമയിലിട്ടാ. എന്നുവെച്ചാൽ കാരണം എനിക്ക് ഇന്നും കൂടെ സ്വാമിമാർ വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ട് മേമേനെ അടുക്കളയിൽ വെക്കലൊക്കെ. അപ്പോൾ പുറത്തു കൂടെയൊക്കെ നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രസാദമൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി അച്ഛമ്മയുടെ എന്താ പണിന്ന് പോയൊക്കെ ഞാൻ അമ്മൂട്ടി അച്ഛമ്മ എന്ന് പറയും, ഞാൻ മേമാന്ന് വിളിക്കും. അമ്മൂട്ടി അപ്പൊക്കെ അച്ഛമ്മ എന്നിട്ട് വിളിക്കുക, കുഞ്ഞച്ചമ്മ എന്നാണ് വിളിക്കുക. അപ്പോൾ അതാ അവർ എന്താ പണി നോക്കട്ടെ. കാണാതെ ചെറുക്ക് കേൾക്കുന്നു. എനിക്ക് എന്താണ് പണി മേമേ പോകില്ലേ? അരി അരച്ചു രാവിലേക്കുള്ള മേമേ. രാവിലേക്കുള്ള അരി രാവിലേക്ക് അവര് കൊറേ ഈ സംഭവം മറ്റേതൊക്കെ വെച്ച് പുകച്ചിരിക്കും. പക്ഷെ പുക വരാത്തോണ്ടേ തീ കത്തിച്ച് പുകച്ചു. കൊതുകൊണ്ട് വളർത്തണ കൊതു ഭയങ്കര കൊതു. വൈകുന്നേരം കൊതുവ ഈ വാതിലിട്ട് തുറന്നു കഴിഞ്ഞാ ഒരുമിച്ച് വരും. അമ്മട്ടി ഇങ്ങനെ മനുഷ്യനെ വളർത്തണ കൊതു എങ്ങനെ ആളെ പുറത്ത് വരും. അമ്മൂട്ടി ചേച്ചിട്ട് വേറെ കാര്യം കേട്ടോ. നമ്മൾ വീടല്ലേ, വീടാകുമ്പോൾ പലതവണയൊക്കെ തോരാതിരിക്കും കാര്യം നോക്കണ്ട. അഴക്കിൽ തോരയിട്ടാലിട്ട് അമ്മൂട്ടി അമ്മ എന്നത് ഇങ്ങനെ കാണിക്കുക അല്ല. അപ്പം ഇനി
ഉച്ചക്കത്തെ മുരിങ്ങയും പരിപ്പും കറി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ സ്വാമിമാര് വരുന്നുണ്ട്, നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ പറയാ പറഞ്ഞ അങ്ങനെ എനിക്ക് ചോറ് കുറച്ച് വെക്കണം. അപ്പൊ ഞാൻ വിളി കാത്ത് നിൽക്കാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കാം അല്ലേ? വിളിച്ച കിട്ടും. പിന്നെ ആരെ വരിക? ഞാൻ മേമയോട് വെക്കും മേമ അറിയിട്ടോ. ജാറെന്ത് കഴുകാന് അവളെ അമ്മായി വരൂ? ഇല്ല, മേമ അങ്ങനെ പുടുപുടേനെ പറയട്ടോ. എന്താറിയോ തമാശയാണ്. പക്ഷെ മേമേനെ ഞാൻ കഴുകാൻ അവിടെ അയക്കലില്ല. ഞാൻ എപ്പോഴും പറയല്ലേ പണിയെടുക്കാൻ അയക്കില്ല. ഭാഗ്യാണ് അവള് എനിക്ക് പണിയെടുക്കാൻ ഒരു അവസരം. താങ്ക്സ് പറയും. അതെ, ഇത് നമ്മളിവിടെ കൊട്ടത്തളം, ഞാൻ പറഞ്ഞപ്പോഴും കൊട്ടത്തളം പാത്രം അറിയാത്തത് കഴിക്കുക അത് അവിടെ. പക്ഷെ മേമ ഇപ്പൊ തന്നെ അപ്പൊ ഇല്ലേ ഇതുകൂടെ നാളെ ഞാൻ മേമ പോവാണ്. ഇത്ര നാളെ പോവാണ്. അടുത്തതിന് കാണാം. ബായ്. അടുത്തതിന് കാണാന് മേമ നാളെ എല്ലാവർക്കും പണി പോട്ടെ. അപ്പൊ പോകും നടത്തി നിൽക്കാണ്. ഞങ്ങള് അവിടെ പോകുമ്പോ മേമയുടെ അടുത്ത് വീടൊക്കെ കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ടും പോകുന്നുണ്ട് ദിവസം. അപ്പൊ കാണിച്ചു തരാം. അതമ്മ കാര്യമായിട്ടും അമ്മൂട്ടി അമ്മ എപ്പോഴും പോവുക പറയും, പോവലില്ല എന്നാ പറയുന്നത് കേട്ടോ. അല്ല അപ്പൊ ഒരു ദിവസം പോണം. ഞാൻ വരാ പറയും, വരലില്ല, കൊതിപ്പിക്കുള്ളൂ. അപ്പൊ മേമയുടെ പണിയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പൊ അവര് വിളിക്കട്ടല്ലേ, വിളിച്ചിട്ട് നോക്കാലേ മേമേ. അപ്പൊ ഞങ്ങൾ ഇനി പണി പാത്രം കൊണ്ട് നിൽക്കട്ടോ. മേമ ചോറ് എടുക്കണ്ട. അപ്പൊ ഞാൻ പാത്രം തന്നെയാണ്. അപ്പൊ ഇവര് രാജന്റെ വരുമ്പോഴേക്ക് ചോറ് വേറെ വെച്ചു, ചമ്മന്തി ഉണ്ടാക്കിയിട്ട് തേങ്ങ കൊണ്ട്, പിന്നെ ഉപ്പേരി ഇല്ല കുഞ്ഞാ അച്ഛമ്മ ഉണ്ടാക്കിയ ഉപ്പേരി കാണിച്ചോക്കാടെ. മേമ ഉണ്ടാക്കിയ ഉപ്പേരി ഉണ്ടാവേ. നമ്മൾ കൊണ്ടിരിക്കിന് ഇവിടെ ഇരിക്കല്ലേ? അയ്യോ ചൂട. ഞങ്ങൾ ചോറിട മേമേ പറയും. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ നാളെ ഞാൻ അടുക്കളയിലൊക്കെ കയറും കേട്ടോ. ഇന്നും കൂടെ പറ്റില്ല. അപ്പൊ മേമുണ്ട്. അപ്പൊ എനിക്ക് തന്ന പാത്രം ഗ്ലാസ്സൊക്കെ. അപ്പൊ ഞങ്ങൾ ചോറുണ്ടാണ്. എന്തൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഉണ്ടാക്കിയത് ഇവിടെ ഇന്നോളൂ. ഇത് മതി 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 നോക്ക് വെറുതെ കൊടുക്കട്ടെ. കളായി നമുക്ക് എങ്ങനെ അറിയോ? കറമൂസൊന്നും കണ്ടില്ല, കൊടുത്തത് കളായി. അപ്പൊ ഞങ്ങൾ കഴിക്കാം. പിന്നെ ഇതാ ചമ്മന്തി, മേമച്ചല്ലേ ചമ്മന്തി, തേങ്ങ, പുളി, ഉണക്കമുളക് ഒക്കെ ഉള്ള ചമ്മന്തിയാണ് കേട്ടോ. എനിക്കത് ഇങ്ങനെ ഇഷ്ടമാണ്. മാത്രം കുട്ടി കഴിക്കാം. നമ്മളെങ്ങനെ അറിയോ? ഇതിങ്ങനെ ഇടുക, എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ കുഴച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടേ ഇതിങ്ങനെ ചമ്മന്തി കുത്തി ചോറിന് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ പണ്ടൊക്കെ അങ്ങനെ കഴിച്ചായിരുന്നില്ലേ? ഉപ്പുണ്ടോ? ഇവിടെ കഴിക്കില്ല. ഓ ചമ്മന്തിന് സൂപ്പറാട്ടോ. നല്ല പൊടിയുണ്ട്. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. കറി വേണ്ട. കുറച്ച് ഉണ്ടാ കറി ഉണ്ടാ കുറച്ച് വിടക്ക്. ആ മതി മതി. പക്ഷെ ചമ്മന്തി തന്നെ അടിപൊളിയാട്ടാ. ചമ്മന്തി മതി, നല്ല രസം ചമ്മന്തി. സമയം എത്ര അറിയാം? 9:30 ആയിട്ടാ. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പൊ ഞങ്ങൾ ചോറ് വരാം കേട്ടോ. അപ്പൊ അവരൊക്കെ വന്നു കേട്ടോ. സമയം എത്രയാ മുട്ടിയെ? സമയം 11:45 രാജേട്ടൻ അപ്പോസിപ്പോ വന്നു. അപ്പൊ ദാ മേമക്കാട് ചോറ് കൊടുക്കുന്നത്. ചോറും കൂടെ കണ്ട ഇത് വിശേഷങ്ങളൊക്കെ നാളെ പറയട്ടാ. നാളത്തെ നമുക്ക് വീഡിയോയിൽ പറയാം. കുറെ നേരം വൈകിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ചോറെല്ലാം കഴിഞ്ഞ് അപ്പോൾ കയ്യിടാൻ പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കിടക്കട്ടെ. നാളത്തെ കാണാം. ബൈ.